ഹായ് ഫ്രണ്ട്സ്. കഴിഞ്ഞ കുറേ ദിവസമായിട്ട് മീഡിയ തുറന്നാൽ നായ്ക്കളിങ്ങനെ ദയവില്ലാതെ മനുഷ്യനെ ഉപദ്രവിക്കുന്ന കാഴ്ചകളെ കാണാനുള്ളൂ. കണ്ട് മടുത്ത്. ഇന്നലെ ഞാൻ പെട്രോൾ ഒഴിച്ചൊരു നായ ജീവനോടെ കത്തിക്കുന്നത് ഞാൻ കണ്ടു. എന്നിട്ട് അവർ അട്ടഹസിക്കുന്നു, പിന്നെ കല്ല് കെട്ടി പുഴയിലെറിയുന്നു, അടിച്ചു കൊല്ലുന്നു. എനിക്കറിയില്ല, ഇത്രയൊക്കെ ഇങ്ങനെ ക്രൂരത കാണിക്കാൻ മാത്രം മനുഷ്യനുമായിട്ട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരു മൃഗമാണ് നായ. നമ്മൾ ആന കുത്തി കൊല്ലുമ്പോഴും സിംഹം കടിച്ചു കൊല്ലുമ്പോഴും പുലി കടിക്കുമ്പോഴും പന്നി ആക്രമിക്കുമ്പോഴും ഒന്നും നമ്മൾ അവരെ ആരെ വെടിവെച്ച് കൊല്ലാനോ അവരെ ആരെ നമ്മൾ ഉപദ്രവിക്കാനോ തിരിച്ചു ഉപദ്രവിക്കാനോ ഒന്നും പോകുന്നില്ല. നായ നമ്മൾക്ക് ആഹാരം കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ എന്തും ചെയ്യാൻ നമ്മളോടൊപ്പം നിന്ന് തരും. അതുകൊണ്ടാണല്ലോ അവർക്ക് പെട്രോൾ ഒഴിക്കാനും കല്ല് കെട്ടാനും ഒക്കെ ആ നായ കിടന്നു കൊടുത്തത്. എത്ര വിശ്വസ്തത ഉള്ളതുകൊണ്ടായിരിക്കും ആ നായ കിടന്നു കൊടുത്തത്. അതിനോടാണല്ലോ അവരിങ്ങനെ കാണിക്കുന്നതെന്ന് ഓർക്കുമ്പോൾ നായ കടിക്കുമ്പോൾ മാത്രമേ ആളുകൾക്ക് രോഷം ഉണ്ടാവുന്നുള്ളൂ. മറ്റ് ജന്തുക്കൾ കടിക്കുമ്പോൾ നിസ്സാരം തേനീച്ച കുത്തി മരിക്കുന്നുണ്ട്, പാമ്പ് കടിച്ച് മരിക്കുന്നുണ്ട്. ഇതിനെ ഒന്നും തിരിച്ചു കൊല്ലാൻ ആരും പോകുന്നില്ല. മനുഷ്യന് ഏറ്റവും അടുത്ത് ഉപദ്രവിക്കാൻ നിന്ന് കൊടുക്കുന്ന ഒരു ജന്തു നായയാണ്. അതുകൊണ്ട് നായയെ ഇത്രയും ക്രൂരമായിട്ട് ഉപദ്രവിക്കുന്നു. അപ്പം നമ്മൾ ചോദിക്കും, പട്ടി കടിച്ച് ഏൽക്കുന്ന കുഞ്ഞുങ്ങൾക്കൊന്നും. പട്ടികടി ഏൽക്കുന്ന ഉണ്ടെങ്കിൽ മാത്രമല്ലേ നമുക്ക് വിഷയമുള്ളൂ. നമ്മൾ കറക്റ്റായിട്ട് വാക്സിൻ എടുക്കുന്നവരാണെങ്കിൽ ഇപ്പോൾ ഇങ്ങനെ വിഷയം ഉണ്ടല്ലോ. അപ്പം നമ്മൾ ഒരു മുൻകരുതൽ വാക്സിൻ എടുത്തിരിക്കുക. പട്ടി കടിക്കുമ്പോൾ ചെന്ന് അത് കറക്റ്റ് സമയത്ത് മുറിവ് ചെന്ന് വാക്സിൻ എടുത്താൽ നമുക്ക് പട്ടിയും പേടിക്കേണ്ടതില്ല. പാമ്പ് കടിച്ച പോലെ ഒന്ന് സഡനായിട്ട് മരിക്കുന്ന ഒന്നല്ല പട്ടി കടിക്കുമ്പോൾ. നമുക്കത് ശ്രദ്ധിച്ചാൽ അത് മെയിൻറ്റെയിൻ ചെയ്യാനതേ ഉള്ളൂ. എന്നാലും പട്ടി കടിക്കുമ്പോൾ ആളുകൾ അതിനെ മാത്രം വലിയ കോളുകളാക്കുന്നു. ഇപ്പോൾ സുപ്രീം കോടതിയിൽ ഒരു വിധിയുണ്ടെന്ന് പറഞ്ഞ് ഇന്നലെ ഒരു പട്ടിയെ വെടിവെച്ച് കൊന്നു, 2-3 പേരെ കടിച്ചു എന്ന് പറഞ്ഞ്. അതിൻ്റെ അവസ്ഥ എന്താണ്? അതിന് ആഹാരം കിട്ടിയോ? അതിനാരെങ്കിലും ഉപദ്രവിച്ചോ? എന്തുകൊണ്ടത് 3 പേരെ കടിച്ചു? അതിന് റാബീസ് ആണോ? റാബീസ് ആണെങ്കിൽ തന്നെയും നമുക്കതിനെ 10 ദിവസം നിരീക്ഷിച്ചതിന് ശേഷമേ കൊല്ലാൻ പറ്റൂ. കാരണം റാബീസ് ആണെങ്കിൽ അത് സർക്കിളിൽ ബന്ധപ്പെട്ട മറ്റു പട്ടികളെ നമുക്ക് നിരീക്ഷിക്കേണ്ടതുണ്ട്. ഇങ്ങനെ സ്പോട്ടിൽ വെടിവെച്ച് കൊന്നാൽ ആ പട്ടിക്ക് എന്തായിരുന്നു അസുഖമെന്ന് നമുക്കറിയാൻ പറ്റില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഇത് ഒരു സുപ്രീം കോടതി ഒരു വിധി പറഞ്ഞു എന്ന് കരുതിയിട്ട് ആളുകൾ നിയമം കയ്യിലെടുക്കുന്നു. ഇത് കോടതിയും നിയമവും ഒന്നും കാണുന്നില്ലേ? നമ്മുടെ നിയമങ്ങളെല്ലാം മാറേണ്ടിയിരിക്കുന്നു. ജീർണിച്ച മാറാല കെട്ടിയ നിയമങ്ങളാണ് ഇവിടെ. നമുക്കറിയാം, കഞ്ചാവും മയക്കുമരുന്നും ഉപയോഗിച്ചുകൊണ്ട് നടു റോഡിൽ ജനങ്ങളെ വെട്ടിക്കൊല്ലുന്ന നിയമമാണ് നമ്മുടെ നാട്ടിലുള്ളത്. ഇവിടെ ഒന്നും സംഭവിക്കുന്നില്ല. കള്ളന്മാരും കഷായം ഗ്രീഷ്മയെ പോലെയുള്ള പച്ചയ്ക്ക് മനുഷ്യനെ കൊന്ന് ജയിലിൽ പോയി കിടന്ന് സുഖിച്ചിട്ട് വീണ്ടും ഇറങ്ങി നടക്കുന്ന ഒരു നാടാണ്. അപ്പോൾ എല്ലാവർക്കും അറിയാം, അവർക്ക് മരണം കിട്ടില്ല. അവർ മറ്റൊരാളെ കൊന്നാലും അവർക്ക് പകരം മരണം കിട്ടില്ല എന്നുള്ളത് കൊണ്ടാണ് അവരിത് ചെയ്യുന്നത്. ജീവിയായാലും മനുഷ്യനായാലും ഒരാളെ കൊന്നാൽ ആ വ്യക്തിക്കും, അതായത് കൃത്യമായ തെളിവ് ഉണ്ട് എങ്കിൽ, വീഡിയോ പോലുള്ള തെളിവുണ്ടെങ്കിൽ ആ ആളെ പിന്നെ ഒരു ആഴ്ചയ്ക്കപ്പുറം ജീവനോടെ വെച്ചിരിക്കാതെ കൊല്ലണമെന്ന് തന്നെയാണ് പുതിയ നിയമം വരേണ്ടത്. എങ്കിൽ മാത്രമേ നമ്മുടെ നാട്ടിൽ ഈ അക്രമവും അനീതിയൊക്കെ കുറയൂ. എല്ലാവർക്കും ജയിലിൽ കിടന്ന് പണം ഉണ്ടെങ്കിൽ ഇറങ്ങാം എന്നുള്ളത് കൊണ്ട് എല്ലാവരും നിയമം കയ്യിലെടുക്കുകയാണ്. ഇപ്പോൾ നോക്കിയാൽ അറിയാം, സോഷ്യൽ മീഡിയ തുറന്നാൽ എല്ലാവരും നിയമം കയ്യിലെടുത്താണ് മാനമാടുകയാണ്. അപ്പോൾ ഈ നിയമങ്ങളെല്ലാം മാറി പുതിയ നിയമങ്ങൾ വരേണ്ടതുണ്ട്. അതിന് ഭരണാധികാരികൾ മുൻകൈ എടുക്കണം. സുപ്രീം കോടതി ഒരു വിധി പറയുമ്പോൾ അതിൻ്റെ മറുവശം കൂടെ ചിന്തിച്ച് വിധി പറഞ്ഞില്ല എങ്കിൽ ഇതുപോലെ ജനങ്ങൾ തമ്മിൽ തെരുവിലടിച്ച് മരിക്കുന്ന ഒരവസ്ഥയുണ്ടാവും. ഒന്നും വേണ്ട, മദ്യവും കഞ്ചാവും ഈ നാട്ടിൽ നിർത്തലാക്കിയാൽ തന്നെ തീരാവുന്ന വിഷയങ്ങളേ ഉള്ളൂ. ഈ കഞ്ചാവും മദ്യവും ഉപയോഗിക്കുന്നത് കൊണ്ടാണ് ഇവർക്ക് തെറ്റേത് ശരിയേത് മനസാക്ഷി ഏത് എന്നൊന്നും തിരിച്ചറിയാതെ ഇവരിങ്ങനെയുള്ള ക്രൂരകൃത്യങ്ങൾ മനുഷ്യനോടായാലും മൃഗങ്ങളോടാണ് ചെയ്യുന്നത്. ദയവ് ചെയ്ത് ഭരണകൂടം ദയവ് ചെയ്ത് ഈ മദ്യവും മയക്കുമരുന്നും ഒന്ന് നിർത്തുമോ? ഇതിനെ പൂർണ്ണമായും നിരോധിക്കുമോ? ഈ നമ്മുടെ നാട്ടിൽ ഇത് രണ്ടും ഇല്ലാതെ തമിഴ്നാടിനെ നിങ്ങൾ കണ്ട് മാതൃകയാക്കൂ. ഇല്ലെങ്കിൽ ജനങ്ങൾ തമിഴ്നാട്ടിലോട്ട് പോയി താമസമാക്കേണ്ട ഒരവസ്ഥ വരും. വിജയനെ പോലെ ഒരു ഭരണാധികാരിയുടെ കീഴിൽ ജീവിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു ഇപ്പോൾ. കാരണം ഇത് അത്രയ്ക്ക് എന്ത് പറയാൻ, ഒരു മനുഷ്യന് വെളിയിലിറങ്ങി നടക്കാൻ ഒരു സുരക്ഷിതം ഇല്ലാത്ത ഒരു നാട്. ആകെപ്പാടെ വിശ്വസിക്കാവുന്നത് നമ്മൾ വീട്ടിൽ വളർത്തുന്ന പട്ടിയും പൂച്ചയും മാത്രമാണ്. ബാക്കിയല്ലാതെ ഈ ലോകത്ത് ഒന്നിനെയും നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത ഒരവസ്ഥ. മാന്യതയുടെ വസ്ത്രവും ഇട്ട് നടക്കുന്ന പലരും കാണിക്കുന്നത് പണത്തിന് വേണ്ടി പിടിച്ചു പറി എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടുന്നത്. എന്നിട്ട് അപ്പോൾ അതുകൊണ്ട് ഈ
മദ്യം മയക്കുമരുന്ന് പോലുള്ള ലഹരികളാണ് യുവാക്കളുടെ ജീവിതം നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അപകട മരണമായാലും കൊലപാതകമായാലും ഒരാൾ പറഞ്ഞാൽ അത് തെറ്റാണോ ശരിയാണോ അത് ക്ഷമിക്കാനോ ഉള്ള മനസ്സില്ലാതെ ഈ നടക്കുന്ന അക്രമങ്ങളെല്ലാം ഈ ലഹരിക്ക് അടിമപ്പെട്ട പിള്ളേരുടെ മേൽനോട്ടത്തിലാണ്. അപ്പോൾ ഇതെല്ലാം പ്രേമനൈരാശ്യം കൊണ്ട് കൊല്ലുന്നതും. അപ്പോൾ ഇവരെയൊക്കെ ഒരു നോർമൽ മെൻറ്റാലിറ്റിയിലോട്ട് ഇവർ വരണമെങ്കിൽ ഈ മദ്യം മയക്കുമരുന്ന് പോലുള്ള കുശീലങ്ങളെല്ലാം കുട്ടികൾ മാറ്റേണ്ടിയിരിക്കുന്നു. അതിന് ശക്തമായ വിജയിനെ പോലെ എല്ലാ ഇങ്ങനെയുള്ള സാധനങ്ങളും നമ്മുടെ നാട്ടിൽ നിന്ന് നിർമ്മാർജ്ജനം ചെയ്ത് നമ്മുടെ നാടിനെ രക്ഷിക്കാൻ സുപ്രീം കോടതി ഒന്ന് മുൻകൈ എടുക്കുക. വെറുതെ തെരുവ് പട്ടി എന്ന് പറഞ്ഞ് മാത്രം ഇരിക്കാതെ അതിലും വലിയ നമ്മുടെ നാട് എന്തോ ഒരു വല്ലാത്തൊരു അപകട രീതിയിലാണ് നമ്മുടെ നാട് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു സമാധാനവും ഇല്ല, ഒരു സ്വസ്ഥതയും ഇല്ല. മീഡിയ തുറക്കാൻ വയ്യ, പത്രം തുറക്കാൻ വയ്യ. സത്യം പറഞ്ഞാൽ മീഡിയ തുറന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് രാത്രി ഉറക്കം കിട്ടത്തില്ല. അതിൽ കാണുന്ന മൊത്തവും നമുക്ക് സന്തോഷിക്കാനുള്ള 5 എണ്ണം കണ്ടാൽ ദുഃഖിക്കാനുള്ള 10 എണ്ണം കാണും നമ്മൾ റീല് ആയാൽ തന്നെയും. അപ്പോൾ അതുകൊണ്ട് എന്തോ ഓരോരുത്തരും ഓരോ ഓട്ടോമാറ്റിക്കായിട്ട് ഇങ്ങനെ ജീവിക്കുന്ന പോലെ ഒരു പണത്തിൻ്റെ പിറകെ മനുഷ്യൻ പേ പിടിച്ച് പായുന്ന, അല്ലെങ്കിൽ മനസാക്ഷി ഇല്ലാത്ത, മനുഷ്യത്വം ഇല്ലാത്ത, പിന്നെ ഇപ്പോൾ ആർക്കാരുടെ കൂടെ ജീവിക്കുക എന്നുള്ളത് കൊണ്ട് കുഞ്ഞു മക്കളെ ഉപേക്ഷിച്ചിട്ട്, ഭാര്യയെ ഉപേക്ഷിച്ചിട്ട് ഓരോരുത്തരങ്ങ് താൻ തോന്നി തരത്തിൽ ജീവിക്കുകയാണ്. അല്ലെങ്കിൽ ഭർത്താവിനെ ഉപേക്ഷിച്ചിട്ട് പെണ്ണുങ്ങൾ. എന്താണ് ഈ നാടിന് സംഭവിക്കുന്നത്? നമ്മളൊരു വിധി പറയുമ്പോൾ അതിൻ്റെ മറുവശം കൂടെ ചിന്തിക്കുക. നമ്മുടെ നാട്ടിലിവിടെ നിയമമുണ്ട്, ഒരു ബഹുഭാര്യാത്വമൊന്നും നമ്മൾ അംഗീകരിച്ചിട്ടില്ല. നമുക്കൊരു ഭാര്യ, ഒരു കുടുംബം, ഇതൊക്കെയാണ് നമ്മുടെ ഇന്ത്യക്കാരുടെ ഒരു അടിസ്ഥാന ഒരു അജണ്ട. ഇപ്പോൾ ആളുകൾ അങ്ങ് ഒരാളെ കാണുമ്പോൾ കുട്ടികളെയും ഭാര്യയെയൊക്കെ ഉപേക്ഷിച്ച് മറ്റൊരാളുടെ കൂടെ പോകുന്നു. തിരിച്ച് ആണുങ്ങൾ അങ്ങനെ. എന്താണ് നമ്മുടെ നാട്ടിൽ സംഭവിക്കുന്നതെന്ന് അറിയില്ല. വെസ്റ്റേൺ ലൈഫുകാരായാലും ഇംഗ്ലീഷുകാരായാലും അവർക്കൊരു എല്ലാത്തിനും ഒരു മനുഷ്യത്വമുണ്ട്. അവർ ജന്തുക്കളോടൊക്കെ കാണിക്കുന്ന ഒരു അനുകമ്പയെന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ മനുഷ്യരോട് പോലും അത്ര അനുകമ്പ ആരും കാണിക്കുന്നില്ല. അപ്പോൾ ദയവ് ചെയ്ത് ഭരണകൂടവും ഇതുപോലുള്ള വലിയ വിധികൾ പറയുന്ന സുപ്രീം കോടതികൾ ഉള്ള ജഡ്ജിമാരും ഈ നമ്മുടെ നാടിൻ്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ കറക്റ്റ് മനസ്സിലാക്കി നിങ്ങൾ ഭേദഗതി ചെയ്യുകയോ പുതിയ നിയമങ്ങൾ കൊണ്ടുവരികയോ എന്തെന്ന് വെച്ചാൽ ചെയ്യുക. അത്രയ്ക്ക് ദുസ്സഹമായിക്കൊണ്ടിരിക്കുന്നു നമ്മുടെ നാട്ടിലെ ഈ ജീവിതം. അപ്പോൾ വെറുതെ എല്ലാവരും കൂടെ തെരുവ് പട്ടിയുടെ പുറകെ ഭ്രാന്തന്മാരെ പോലെ പായാതെ എന്താണ് നമ്മുടെ നാടിന് വേണ്ടതെന്ന് അറിഞ്ഞ് പെരുമാറുക. തമിഴ്നാട്ടിലും പട്ടികളുണ്ട്, തെരുവ് പട്ടികളുണ്ട്. ആ തെരുവ് പട്ടിക്ക് ഫുഡ് കൊടുത്താണ് അവരിപ്പോൾ സംരക്ഷിക്കുന്നത്. അല്ലാതെ ഒന്നിനെ വെടിവെച്ച് കൊന്നല്ല. വിജയ് വന്നിട്ട് ചെയ്തത് എന്താണ്? കറക്റ്റ് ഒരു നാടിന് വേണ്ടാത്ത സാധനങ്ങളെല്ലാം മാറ്റിയപ്പോൾ ആ നാട് കറക്റ്റായിട്ട് പോകുന്നു. അതുപോലെയാണ് നമ്മുടെ നാട്ടിലും വേണ്ടത്. ഒന്ന് അയാളെ കണ്ടുപഠിക്കൂ, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് അനുകരിക്കുകയെങ്കിലും ചെയ്യൂ. നല്ല കാര്യങ്ങൾ ചെയ്യുന്നവരെ അനുകരിക്കൂ. അല്ലാതെ ഭ്രാന്തമായ കാര്യങ്ങൾ നമ്മുടെ നാട്ടിലിപ്പോൾ നോർമലായി എത്ര ചെറുപ്പക്കാരന്മാരുണ്ട്. എല്ലാം കഞ്ചാവും മയക്കുമരുന്നും അടിച്ച് സഹോദരി ഏത്, ഭാര്യ ഏത്, അമ്മ ഏത്, മക്കളേതെന്ന് അറിയാൻ വയ്യാത്ത അവസ്ഥയിൽ ഞങ്ങളുടെ അയൽവക്കത്തൊക്കെ തന്നെ നമുക്കറിയാം. ഓരോ വീടുകൾ പണ്ടൊക്കെ ഒരു പഞ്ചായത്തിൽ ഒരു കഞ്ചാവ് പയ്യനെ കാണുള്ളൂ. പക്ഷേ ഇപ്പോൾ ഒരു പഞ്ചായത്തിൽ ഒരു 80% കഞ്ചാവ് പയ്യന്മാരാണ്. ബാക്കി മാത്രമേ ഉള്ളൂ നോർമൽ എന്ന് പറയാം. അപ്പോൾ എന്താണ് നമ്മുടെ നാടിൻ്റെ അവസ്ഥ, എങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് ഭരണാധികാരികളൊന്ന് കണ്ണ് തുറന്ന് നോക്കിയിട്ട് വേണ്ടുന്ന നിയമനിർമ്മാണം നടത്തുക. ഇതൊരു എളിയ റിക്വസ്റ്റാണ്. പാവം തെരുനായ്ക്കളെ വിട്ടേക്കുക. നിങ്ങൾക്ക് ഇവിടെ ഒരുപാട് മനുഷ്യനെക്കുറിച്ച് ചിന്തിക്കേണ്ട കാര്യങ്ങളുണ്ട്. പട്ടി വിഷയത്തിൽ മാത്രമല്ല മനുഷ്യനെക്കുറിച്ച് ചിന്തിക്കേണ്ടത്. വേറെ മനുഷ്യൻ ഒരുപാട് ലഹരിക്ക് അടിമയായിക്കൊണ്ടിരിക്കുന്നു. അതുപോലെയുള്ള കാര്യങ്ങൾ നിർമ്മാർജ്ജനം ചെയ്യാനുള്ള നിയമനിർമ്മാണമോ ജഡ്ജ്മെൻറ്റുകളോ ബഹുമാനപ്പെട്ട കോടതിയും മുഖ്യമന്ത്രി ഭരണാധികാരികളെല്ലാം എടുക്കണം എന്നുള്ളൊരു എളിയ അഭ്യർത്ഥനയോടുകൂടെ ഞാൻ നിർത്തുന്നു.